നമസ്കാരം, ടെസ്ല ടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്ന കാര്യം ഹൈ സ്പീഡ് 3 ഫേസ് മോട്ടറിൻ്റെ ഇൻസൈഡിൽ വരുന്ന കണക്ഷനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. 6 സെറ്റ് കോയിലിനകത്ത് 12 ലീഡ് വയറുകളുണ്ട്. ആ ലീഡ് വയറുകൾ നമ്മൾ ഉള്ളിൽ വെച്ച് കണക്ഷൻ ചെയ്ത് 3 വയറാക്കി പുറത്തേക്ക് കാണിക്കുന്ന സിമ്പിളായിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഏറ്റവും സിമ്പിളായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഒരു 3 ഫേസ് കണക്ഷനാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. 6 സെറ്റ് കോയിൽ ഇതിനകത്ത് വരുന്നുണ്ട്. 6 സെറ്റ് കോയിലിന് 12 ലീഡ് വയർ ഉണ്ട്. ഈ 12 ലീഡ് വയറിനെ ഉള്ളിൽ വെച്ച് കണക്ഷൻ ചെയ്ത് 3 ലീഡായിട്ടിട്ട് പുറത്തേക്ക് എടുത്ത് കണക്ഷൻ ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ. ഇതിൽ ഓൾറെഡി 6 സെറ്റ് കോയിലാണ് വരുന്നത്. 6 സെറ്റ് കോയിലിന് ഓൾറെഡി 12 ലീഡ് വയർ ഉണ്ടാവും. ഇത് സ്റ്റാർട്ടിങ്, ഇത് ഫിനിഷിങ്. ഉള്ളിൽ വരുന്നത് ഫിനിഷിങ് ലീഡായിരിക്കും, പുറമെ വരുന്നത് സ്റ്റാർട്ടിങ് ലീഡായിരിക്കും. അപ്പോൾ ഈ 6 ലീഡിനെ നമ്മൾ ഔട്ട് സൈഡിലേക്ക് 3 ലീഡായിട്ട് സ്റ്റാർ കണക്ഷൻ ചെയ്തിട്ട് എടുക്കണം. അതാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഈ ഔട്ടറിൽ കാണുന്ന ഈ വയറുകൾ ജസ്റ്റ് ബെൻഡ് ചെയ്യുക. ഇന്നറിൽ കാണുന്ന വയറുകൾ 1, 2, 3, 4, 5, 6. അപ്പോൾ 6 ഈ ഉള്ളിൽ വരുന്ന വയറിനെ നമ്മൾ ജസ്റ്റ് ഉള്ളിലേക്കാക്കി ജസ്റ്റ് വയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രം. പിന്നെ പുറമേ ഉള്ള കണക്ഷൻസ് 1, 2, 3, 4, 5, 6 ഔട്ടറിൽ വരുന്നുണ്ട്. ഈ ഔട്ടറിൽ 6 വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് കണക്ഷൻ പുറത്തേക്ക് ചെയ്യാനായിട്ട് ഒരു ലീഡ് എടുക്കുക. ഒരു ലീഡ് എടുത്തിട്ട് കൗണ്ട് ചെയ്യുക. ഒരു ലീഡ് എടുത്തിട്ട് 1, 2, 3, 4. അതായത് ഓപ്പോസിറ്റ്. ചുമ്മാ അതിൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ 1, 2, 3, 4 1 to 4 ഇങ്ങനെയാണ് കണക്ഷൻ വരുന്നത്. ഔട്ടറിലാണ്. ഔട്ടറിലെ കണക്ഷൻ ഇത് ഇങ്ങനെ വരും. അപ്പോൾ നമുക്ക് ചെയ്യാനായിട്ട് ജസ്റ്റ് ഒരു വലിയ സ്ലീവ് ഇട്ടിട്ട് 1, 2, 3, 4 1 to 4 ബെൻഡ് ചെയ്യാം. അപ്പോൾ ഒരു ഒരെണ്ണം നമ്മൾ കണക്ഷൻ ചെയ്തു. സിമ്പിളായിട്ട് ചെയ്യാവുന്ന രീതിയാണ് ഇത്. ഇത് നമുക്ക് ഈ 6 സെറ്റ് കോയിൽ വരുന്നതിന് ഇങ്ങനെയാണ് കണക്ഷൻ ചെയ്യുന്നത്. അപ്പം അടുത്ത് വിടുക, അതിൻ്റെ അടുത്ത് എടുക്കുക. 1, 2, 3, 4. ഇതിപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ അടിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞു മാത്രമേ ഉള്ളൂ. അപ്പോൾ അടുത്തതിൻ്റെ സ്ലീവ് എടുക്കുക. ഔട്ടറിൽ ജസ്റ്റ് പിരിച്ച് വയ്ക്കുക. ഇനി ബാലൻസ് ഒരെണ്ണല്ലേ ഉള്ളൂ. ഈ അത് ഓപ്പോസിറ്റ് 1, 2, 3, 4 നേരെ ശ്രദ്ധിച്ചാൽ മതി. നേരെ ഓപ്പോസിറ്റ് വരുന്ന ഓപ്പോസിറ്റ് കണക്ഷൻ ചെയ്യുക. അതിൻ്റെ സ്ലീവ് എടുത്തിട്ട് അതും ഇത് ചെയ്യാം. അപ്പം ഓപ്പോസിറ്റ് ഔട്ടറിൽ വരുന്നത്, അതായത് കോയിലിൻ്റെ സ്റ്റാർട്ടിങ് ലീഡുകൾ തമ്മിൽ കണക്ഷൻ ചെയ്യാം. ഔട്ട് സൈഡിലുള്ളത് സിമ്പിളായിട്ട് പല രീതിയിൽ ചെയ്യാം. ഈ സെയിം കണക്ഷൻ തന്നെ ഉള്ളിൽ നമുക്ക് ചെയ്യാം. പക്ഷേ എളുപ്പം നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പത്തിന് ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ ഇവിടുന്ന് നേരെ ഓപ്പോസിറ്റ് എടുക്കുക. അല്ലെങ്കിൽ 1, 2, 3, 4 1 to 4 1 to 4 അങ്ങനെ കണക്ഷൻ നോക്കിയിട്ട് ക്രോസ് ടു ക്രോസ് ലീഡ് കണക്ട് ചെയ്യുക. അതിനുശേഷം എഡ്ജിൽ വരുന്ന ഈ പോർഷൻ കട്ട് ചെയ്തെടുക്കുക. അതത്ര മതി നമുക്ക്. ജസ്റ്റ് അപ്പോൾ ഇത് അത് നമുക്ക് സോൾഡർ ചെയ്തതിന് ശേഷം സ്ലീവ് ഇട്ടിട്ട് ആണ് നമ്മൾ ചെയ്യുന്ന സാധാരണ. അപ്പം നമുക്ക് ഇപ്പം കാണിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ടെമ്പററി ആയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്തിട്ട് ആ സ്ലീവ് ഇങ്ങനെ കയറ്റി ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ. സോൾഡർ ചെയ്തിട്ട് ചെറിയ സ്ലീവ് ഇട്ടിട്ടാണ് ലോക്ക് ചെയ്യുന്നത്. അപ്പം നമുക്ക് കൺഫ്യൂഷൻ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്, ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ചുമ്മാ ജസ്റ്റ് സ്ലീവ് കയറ്റിയിട്ട് അതങ്ങ് ബെൻഡ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ആ കണക്ഷൻ തീർന്നില്ലേ. ഇനി എൻ്റെ ഉള്ളിൽ വന്നേക്കണേ 6 ലീഡ് ഉണ്ട്. അത് കോയിലിൻ്റെ 6 ലീഡ്. ഈ 6 ലീഡ് അതായത് ഇങ്ങനെ ലെവലാക്കി വയ്ക്കാം. അതിനുശേഷം ഓർണെടുക്കുക. ഓർണെടുത്തിട്ട് ഇത് വിടുക.
അത് ഈ നമ്മൾ എടുത്തേക്കണതിൻ്റെ അടുത്ത് വിടുക, അടുത്ത് പിടിച്ചു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വരുന്ന വിടുക, അടുത്ത് പിടിച്ചു. മനസ്സിലായോ? ഒന്നോടെ പറയാം. ഇത് ഓർമ്മ അതിൻ്റെ തൊട്ടടുത്ത് വരുന്നത് വിടുക, അതിൻ്റെ അടുത്ത് വരുന്ന പിടിക്കുക, അതിൻ്റെ അടുത്ത് തന്നെ വിടുക, അതിൻ്റെ അടുത്ത് തന്നെ പിടിക്കുക. ഈ 3 എണ്ണോടെ ബെൻഡ് ചെയ്യുക. ഇതാണ് ശരിക്കും നമ്മുടെ സ്റ്റാർ പോയിന്റ്. മനസ്സിലായോ? അത് കട്ട് ചെയ്യാം. സ്ലീവ് ഇടുക, അത് ഏതെങ്കിലും സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഏതെങ്കിലും സൈഡിലേക്ക് ബെൻഡ് ചെയ്ത് വയ്ക്കാം. എന്നിട്ട് പിന്നെ ബാലൻസ് ഈ 3 വയർ വരുന്നുണ്ടല്ലോ, ഈ 3 വയറാണ് നമുക്ക് പുറത്തേക്ക് വരുന്നത്. ഇത് 6 സെറ്റ് കോയിലായതുകൊണ്ടാണ് ഈ 6 സെറ്റ് കോയിൽ നമ്മൾ സ്റ്റാർ കണക്ഷൻ വരുന്നതുകൊണ്ടാണ് ഈ ഉള്ളിൽ വെച്ച് സ്റ്റാർ ചെയ്തിട്ട് നമ്മൾ പുറത്തേക്കാണ്. ഹൈ സ്പീഡ് മോട്ടറുകളും ഈ ചെറിയ മോട്ടറുകളിലൊക്കെ സാധാരണ ഇങ്ങനെ കൊടുക്കാറില്ല. അല്ലെങ്കിൽ 6 പേര് പുറത്തേക്ക് ഇട്ടിട്ട് നമ്മൾ പുറത്ത് വെച്ചിട്ട് സ്റ്റാറോ ഡെൽറ്റ ഉപയോഗിച്ചിട്ട് പറിക്കും. ഇത് ഹൈ സ്പീഡ് മോട്ടർ ആയതുകൊണ്ട് നമുക്ക് സ്റ്റാർ കണക്ഷനോ വരുന്നതുകൊണ്ട് നമ്മൾ ഉള്ളിൽ വെച്ച് തന്നെ കണക്ഷൻ ചെയ്ത് 3 ലീഡ് പുറത്തേക്ക് ഇടുക. ഇത് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവാനായിട്ട് നമുക്കൊരു പേപ്പറിലൊന്ന് ജസ്റ്റ് ഒന്ന് വരച്ചിട്ട് ഇതായിട്ട് പഠിക്കാം. ഇതാണ് ഫസ്റ്റായിട്ട് വരുന്ന 3 ഫേസ് വൈൻഡിങ്ങിൽ ഫസ്റ്റ് കണക്ഷൻസ്. ഉള്ളിൽ വരുന്ന സിമ്പിൾ കണക്ഷനാണ്. ചെറിയ മോട്ടറുകളിലൊക്കെ സാധാരണ ഇങ്ങനെ വരുന്ന കണക്ഷനുകളൊക്കെ ചെയ്ത് നോക്കിയതിന് ശേഷമാണ് നമുക്ക് വലിയ മോട്ടറുകളിൽ കണക്ഷൻസിനെ കുറിച്ചൊക്കെ പഠിക്കാൻ പറ്റുള്ളൂ. അപ്പം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു ഡ്രോയിങ്ങിൽ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. നമ്മളൊന്ന് പേപ്പറിൽ 6 സെറ്റ് കോയിൽ വരച്ചിട്ടുണ്ട്. 1 2 3 4 5 6. ഈ 6 സെറ്റ് കോയിൽ ആക്റ്റീവായി കഴിയുമ്പോൾ നമുക്കിത് 2 പോളായിരിക്കും. അത് 1 2 3 ഒരു 3 എണ്ണം കൂടുന്നത് ഒരു പോള്, അടുത്ത 3 എണ്ണം കൂടുന്നത് രണ്ടാമത്തെ പോള്. ഈ പോളുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് മോട്ടറിൻ്റെ സ്പീഡ് കുറഞ്ഞിട്ട് ടോർക്ക് കൂടും. അത് ലോഡ് എടുക്കാനുള്ള അതിനെക്കുറിച്ചൊക്കെ പിന്നീട് നമുക്ക് പറയാം. ഇതിപ്പോൾ സിമ്പിളായിട്ട് ഹൈ സ്പീഡ് മോട്ടറാണ്, 2 പോൾ ആയതുകൊണ്ട് നമുക്ക് ഇത് കണക്ഷൻ കാണിച്ചു തരാം. ഇത് ഫസ്റ്റത്തെ കോയിൽ. ഇത് സ്റ്റാർട്ടിംഗ് ലീഡ്, ഉള്ളിൽ വരുന്നത് ഫിനിഷിംഗ് ലീഡ്, അങ്ങനെയാണ് കൂട്ടുക. അപ്പോൾ ഈ സ്റ്റാർട്ടിംഗ് ലീഡ് ഇന്ന് 1, അടുത്ത സ്റ്റാർട്ടിംഗ് ലീഡ് 2, അടുത്ത സ്റ്റാർട്ടിംഗ് ലീഡ് 3, അടുത്ത സ്റ്റാർട്ടിംഗ് ലീഡ് 4, 1 to 4, 1 2 3 4. ഇതിവിടെ നിന്ന് ഇങ്ങനെ ഒരു കണക്ഷൻ കൊടുക്കുക, ജോയിൻറ്റ് ചെയ്തു. ഓക്കെ. പിന്നെ അടുത്തതിന് ശേഷം നമ്മൾ അടുത്ത കോയിൽ വിടുക, അല്ലെങ്കിൽ കുഴപ്പമില്ല, ഓപ്പോസിറ്റ് അടിച്ചാൽ മതി. 1 2 3 4. അടുത്ത കോയിലിൽ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ലീഡ് 1 2 3 4. അതിങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്നു, ഇതടിച്ചു. ഓക്കെ. അടുത്ത് വരുന്നത് അടുത്ത സ്റ്റാർട്ടിംഗ് ലീഡ് 1 2 3 4. ഓക്കെ. അപ്പം ഔട്ടറിലെ കണക്ഷൻസ് എല്ലാം തീർന്നു. ഇനി ഉള്ളിലാണ് വരുന്നത്. അപ്പോൾ ഉള്ളിൽ നമുക്ക് സ്റ്റാർ കണക്ഷനാണ്. ഈ ഹൈ സ്പീഡ് മോട്ടർ 2 പോളിൽ സ്റ്റാർ കണക്ഷനാണ് വരുന്നത്. അപ്പോൾ സ്റ്റാർ കണക്ഷൻ ചെയ്യാനായിട്ട് ഇന്നറിൽ വരുന്ന ആദ്യത്തെ കോയിൽ എടുത്തു. അത് കഴിഞ്ഞിട്ട് വരുന്ന അടുത്ത കോയിൽ നമ്മൾ വിട്ടു. അത് കഴിഞ്ഞിട്ട് വരുന്ന അടുത്ത കോയിൽ നമ്മൾ പിടിച്ചു. ഓക്കെ. ഇങ്ങനെ കണക്ഷൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ആ കോയിലിൽ നിന്ന് തന്നെ എൻ്റെ തൊട്ടടുത്തുള്ള കോയിൽ വിട്ടു, അടുത്ത കോയിൽ പിടിച്ചു. കണ്ടോ? ഇതാണ് എൻ്റെ സ്റ്റാർ പോയിന്റ്. പിന്നെ വരുന്ന ലീഡ് എന്ന് പറഞ്ഞാൽ 1 2 3. ഈ 3 ലീഡിലേക്ക് റെഡ് യെല്ലോ ബ്ലൂ 3 ലൈൻ കൊടുക്കുക. ഇത് ഹൈ സ്പീഡിൽ 2 പോൾ ആയതുകൊണ്ട് ഹൈ സ്പീഡിൽ റണ്ണാവും. ഇതാണ് സിമ്പിളായിട്ട് പറഞ്ഞാൽ എൻ്റെ ഒരു ചെറിയ ഡ്രോയിങ്. ഓക്കെ. ഇപ്പം കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം ഇനി ഇതുപോലെയുള്ള ചെറിയ മോട്ടറുകൾ, അതായത് 3 ഫേസിൽ ഏറ്റവും ചെറിയ മോട്ടറും കുറച്ചും കൂടി കാണാൻ മനസ്സിലാവാനുള്ള സെറ്റപ്പ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ മോട്ടർ തന്നെ എടുത്തിട്ട് എല്ലാവർക്കും പറഞ്ഞു തരുന്നത്. ഇന്നത്തെ വീഡിയോയിൽ 3 ഫേസ് മോട്ടറിനെ കുറിച്ചുള്ള ചെറിയ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായിട്ട് പിന്നെ കാണാം. താങ്ക് യു.